നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചോറിലൊക്കെ വിഷം കലർത്തി തരാൻ വേണ്ടിട്ടേ അവര് ചില്ലറക്കാരി അല്ലല്ലോടാ. നീ എന്തെങ്കിലും കുരുത്തക്കേട് അവരോട് കാണിച്ചോടാ. അല്ല, നിന്നെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ലേ? അറുക്കുന്നതിന് തൊട്ടു മുൻപ് വരെ നമ്മളതിന് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കും. മാട് എന്താ കരുതുക, വളർത്തുന്നവന് സ്നേഹം ചുണ്ടിലൂറി നടക്കുകയാണെന്ന്. ഒന്നുമില്ല, അറുക്കുന്നതിന് മുൻപുള്ള പതിവ് കലാപരിപാടിയാ. അതുപോലെ തന്നെയാ ഇതും. നിന്നെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞ നിന്റെ ഗതി ഇത് തന്നെയാ. മധുശ്രീ, എനിക്കറിയാം ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകളുടെ ആഴം. അതിന്റെ പ്രതിഫലനമാ ഞാൻ ഈ അനുഭവിക്കുന്നതല്ല. അതിനെന്നെ പ്രേരിപ്പിച്ചത് നീയാ. അപ്പോ അതിനെനിക്ക് ദൈവം തന്ന ശിക്ഷ ഇതാണെങ്കിൽ നിനക്ക് എന്തായിരിക്കും വരാൻ പോകുന്നതെന്ന് നീ ഒന്ന് സങ്കല്പിച്ചു നോക്ക്. വെള്ളം ഇറങ്ങി ചാവില്ല നീ. ഇത്രയും ക്രൂരമായി ഞാൻ പറയുന്നത് അത്രയും സങ്കടം മനസ്സിലുള്ളതുകൊണ്ടാ. നിന്റെ സമയം ഏതാണ്ട് തീരാറായി കാർത്തികേ. ഇനി നിന്റെ നാവ് ഒരിക്കൽ കൂടി എന്റെ നേരെ ശാപവാക്കുകളുമായി തിരിഞ്ഞ നീ പിന്നെ ഇല്ല. ഒരെണ്ണത്തിന്റെ മരണമണി മുഴങ്ങുന്നത് കേൾക്കാൻ കാത്തിരിക്കുന്നതിനിടയില് നിന്റെ ചാവടിയന്തരത്തിന് കൂടി കൂടാനുള്ള സമയമില്ലാത്തതുകൊണ്ടാ നിന്റെ കാര്യത്തിനൊരു അവധി കൊടുത്തത്. പക്ഷേ നീ സമ്മതിക്കുന്നില്ല. മരണം ഏറ്റുവാങ്ങാൻ നീ തയ്യാറെടുത്തു കഴിഞ്ഞു. സ്വന്തം കുഴി തോണ്ടാൻ തുനിഞ്ഞിറങ്ങിയവൾക്ക് കല്ലറയല്ലാതെ മറ്റൊന്നും തുറന്നെടുക്കാൻ എന്റെ കയ്യിലില്ല. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ലവന്റെ മരണവിവരം ഒന്ന് അറിയട്ടെ. എന്നിട്ടാവാം നിന്റെ കൊരവള്ളി പൊട്ടിക്കുന്ന ചടങ്ങ്. അതെല്ലാം ദേ എന്റെ ഈ കൈകൊണ്ട് വേണോന്ന് വാശി പിടിക്കുമ്പോഴാ സങ്കടം. നിന്റെ ജീവന്റെ ഒടുക്കവും എന്റെ അക്കൗണ്ടിൽ തന്നെ വരട്ടെ. ആ വിഷ്ണുവിന്റെ മരണറിയിപ്പൊന്ന് വന്നോട്ടെ. എന്നിട്ട് ഞാൻ നിന്റെ മരണപത്രത്തിൽ ഒപ്പിടാം. അങ്ങനെ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായെന്ന് പറഞ്ഞ പോലെ ആണല്ലോടാ നിന്റെ അവസ്ഥ. നിന്നെ കാലിനും വേണ്ടയോടാ. ആ പുള്ളി വിചാരിച്ചു കാണും തല്ലിപ്പൊളിയാ, കൊണ്ടുപോയ സ്വസ്ഥത കിട്ടുകയല്ല. ഇടാ, വെറുതെ മനുഷ്യന്റെ എത്ര സമയാ നീ മെനക്കെടുത്തത്. എന്നാ പടച്ചത്തോ അതുമില്ല. ചാകുമെന്നും പറഞ്ഞ് ഡോക്ടർ വരെ സന്തോഷിപ്പിച്ചു. അവസാനം പുള്ളിയും കൈമലർന്നു. എന്താടാ, നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടേ ഉള്ളൂ. അവസരം ഇനിയും വരും. പിന്നെ നിന്റെ പ്രകടനം, അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അതൊരൊന്നും പ്രകടനമായിരുന്നു. എടാ, അത് വല്ല സിനിമയിലും പോയി കാണിച്ചിരുന്നെങ്കിൽ വല്ല ഓസ്കാറും മേടിച്ച് വീട്ടിൽ വെക്കായിരുന്നു. എടാ, യാക്കൂൺ വന്ന ഗർഭിണി പോലും ഇങ്ങനെ ഛർദ്ദിക്കില്ലല്ലോടാ. ഏതായാലും ഞാനിന്ന് ചോദിക്കണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. എടാ, ഈ പറയുന്ന ശാലിനി മേഡത്തിന്റെ അമ്മയ്ക്ക് നിന്നോടെന്തെങ്കിലും വ്യക്തിപരമായ ദേഷ്യമുണ്ടോ? അല്ല, അവര് ഈ ചോറിലൊക്കെ വിഷം കലർത്തി തരാൻ വേണ്ടിട്ടേ അവര് ചില്ലറക്കാരി അല്ലല്ലോടാ. നീ എന്തെങ്കിലും കുരുത്തക്കേട് അവരോട് കാണിച്ചോടാ. അല്ല, നിന്നെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ലേ? ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നേ. വെറുതെ എന്നെ കൊണ്ട് നിന്നെ ഇവിടെ സുവാസന കൊണ്ടുവന്നേടാ ഞാൻ. എണ്ണ തുണി കിടക്കണോ എനിക്ക്? വിജയോ സർ, ഇവനെ കുറച്ചു നേരം അതിലൊന്ന് കടത്ത്. അവന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ.
എണ്ണത്തോണി ഫ്രീ അല്ലേടോ? എണ്ണയില്ല സാർ, ഇപ്പൊ തോണി മാത്രമേ ഉള്ളൂ. ഇവൻ എണ്ണയൊന്നും വേണ്ടടോ, ഇവന് തോണി മതി. ആ കളക്ടർ മേടോട്ട് ആ തോണിലൊന്ന് ചുറ്റി കിടക്കട്ടെ. ഇടയ്ക്ക് ഒരു ഡ്യൂറ്റി വിട്ടോടാ. എന്താടാ തോണിയിലൊരു കൈ നോക്കുന്നു? അതിന് പാട്ടുണ്ടോടോ? റിക്കാർഡ് ഇല്ല സാർ. ആ ഇല്ലെങ്കിൽ വേണ്ടോ, ഇവരങ്ങ് പാടിക്കോളും. സ്വപ്നം കാണുക, തോണിയിൽ ഇങ്ങനെ ആടി ഒലഞ്ഞ് തോണി മറിക്കരുത്. ഞങ്ങളെ കളക്ടർ വേണമെന്നുള്ളതാ. അങ്ങനെ ആടി ഒലഞ്ഞ്. മേഡം, അല്ല മേഡം, ഞങ്ങള് അവനൊരു എന്റർടൈൻമെന്റ് ആയിക്കോട്ടെന്ന് വിചാരിച്ചു. ഞങ്ങള് തമാശയൊക്കെ പറഞ്ഞിങ്ങനെ. പിന്നെ തമാശയൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിക്കാൻ പറ്റിയൊരു പ്രായം. പോലീസ് ഫോഴ്സിനെ മൊത്തത്തിൽ നാണം കെടുത്താനുള്ള പരിപാടിയിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണല്ലേ? ആ തൊപ്പിയിൽ വെച്ചിരിക്കുന്ന മുദ്രയുടെ മഹത്വം എങ്കിലും കാണിക്കണം മിസ്റ്റർ ചന്ദ്രബോസെ, വല്ലപ്പോഴുമെങ്കിലും. ഇല്ലെങ്കിൽ സ്വയം തോന്നും ഈ ജന്മം പാഴായി പോയല്ലോന്ന്. ഇനി കളക്ടറേറ്റ് ഇങ്ങോട്ട് മാറ്റേണ്ടി വരുമെന്നാ തോന്നുന്നത്. മിസ്റ്റർ ACP എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇനി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ വേറൊരു കാര്യം പറയാം. ഒരു കളക്ടർ എവിടെ ഇരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരമൊന്നും പോലീസിലെ അസിസ്റ്റന്റ് കമ്മീഷണർക്കില്ല. പക്ഷേ ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ എവിടെ ഇരിക്കണമെന്ന തീരുമാനം കളക്ടർക്കുണ്ട്. കളക്ടർക്കേ ഉള്ളൂ. അത് ഇടയ്ക്കൊന്ന് ഓർമ്മിക്കുന്നത് നല്ലതാ. ഓർത്താ ഈ മറഞ്ഞു കിടക്കുന്ന ബുദ്ധിയും ബോധവും ഒക്കെ ഒന്ന് തെളിയും. മേഡം, വിഷ്ണുട്ടാ, ഇപ്പൊ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ? സത്യമ്മ ഇവിടെ വന്നിരുന്നു അല്ലേ? സത്യമ്മയുടെ ഉള്ള വിഷ്ണുവേട്ടന്റെ പെരുമാറ്റത്തില് എനിക്ക് നല്ല സങ്കടമുണ്ട്. ഇത്രയും നാള് മകന് വേണ്ടി മാത്രം ജീവിച്ചതാ. പെട്ടെന്ന് തള്ളി പറഞ്ഞ ഉൾക്കൊള്ളാനാവില്ല അവരെ പോലൊരമ്മയ്ക്ക്. എന്റെ അമ്മയ്ക്ക് എന്നോടുള്ളത് സ്നേഹം തന്നെയാ, പക്ഷെ തന്നോടുള്ളത് പകയാ. ആ പകയാണ് തന്നെ ഞാൻ താലി കെട്ടാൻ പോയപ്പോ ശാപത്തിന്റെ രൂപത്തിൽ പുറത്തേക്ക് വന്ന. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.